ഓക്കെ, ഇപ്പം നമ്മള് ഇന്ന് RRB NTPC-യുടെ ജനറൽ സയൻസ് ഭാഗത്തു നിന്നുള്ള കുറേയേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ. പ്രീവിയസ് ഇയർ മാത്രമല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സയൻസിന്റെ ഭാഗത്തു നിന്ന് NCERT ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള കുറേയേറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ട്രെയിൻ ആക്സിലറേറ്റ്സ് from rest to a speed of 90 km/h in 5 minutes. Assuming that the acceleration is uniform, the distance covered by the train in the same time will be. നല്ലൊരു ചോദ്യമാണ്, ഫിസിക്സിന്റെ ഭാഗത്തുള്ള ചോദ്യമാണ്. നമ്മൾ ഇതുവരെയും നമുക്ക് RRB NTPC-ക്ക് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു പ്രോബ്ലം എന്നല്ല, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്റ്റൻസ്, ഇതിന്റെ കണക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ ആക്സിലറേറ്റ്, അതിന്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിന്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും, ട്രെയിന് ആദ്യം റെസ്റ്റിലായിരുന്നു, അതിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ്, സ്പീഡ് എടുത്ത് 5 മിനിറ്റ് സഞ്ചരിച്ച് മൂവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ക്വസ്റ്റിന് തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ട്രെയിനിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് യു എന്നാണ്. യു എന്ന് പറയുന്നത് 0 ആണ്. കാരണം അതെന്താണ്, റെസ്റ്റിലാണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. കൂടാതെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്ന ടൈം പറഞ്ഞിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 5 മിനിറ്റ് എന്നാണ്, 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ SI യൂണിറ്റ് വേണം ചെയ്യാൻ. 5 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ 5 × 60 വിച്ച് ഈസ് 300 സെക്കൻഡ്സ് എന്ന് കിട്ടും. ക്ലിയർ ആണ്? ഓക്കെ, ദെൻ ക്വസ്റ്റിനെ നോക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി ഇല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന 90 km/h എന്നുള്ള സാധനം വെലോസിറ്റി അല്ല, അത് സ്പീഡാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഫൈനൽ വെലോസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഫൈനൽ വെലോസിറ്റി പറയാം. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി നമുക്കറിയാം എപ്പോഴും മീറ്റർ/സെക്കൻഡിലാണ്. ഇവിടെ 90 km/h എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ട യൂണിറ്റ് മീറ്റർ/സെക്കൻഡിലാണ് SI യൂണിറ്റ് പറയേണ്ടത്. അപ്പം ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് 90 km/h എന്ന് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ 90 km/h എന്നുള്ളത് നമുക്ക് സെക്കൻഡ്സിലോട്ട് ചേഞ്ച് ആക്കാൻ ശ്രദ്ധിക്കണം. അറിയാവുന്ന കാര്യമാണ്, 90 km/h മീറ്റർ/സെക്കൻഡിലോട്ട് ചേഞ്ച് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 5/18 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണം. ഒരു km/h തരുന്ന വാല്യൂവിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ചേഞ്ച് ആക്കാൻ ഏത് വാല്യൂ ആണോ അതേ ഇൻറ്റു 5/18. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ 18ഉം 90യുടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 എന്ന് കിട്ടും. 5 × 5 വിൽ ബി 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പം ഇനീഷ്യൽ വെലോസിറ്റി 0, time which is 300 second, and the final velocity v is equal to 25 meter/second കിട്ടി. നമ്മുടെ ചോദ്യം ഇതല്ല. അസ്യൂമിങ് ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് യൂണിഫോം. ആക്സിലറേഷൻ എന്താണ്, യൂണിഫോം ആണ്. അത് മാർക്ക് ചെയ്യണം, ഓർത്തിരിക്കണം, യൂണിഫോം. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ട്രെയിൻ ഇൻ ദ സെയിം ടൈം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്തെന്ന് മനസ്സിലായി, ഡിസ്റ്റൻസ് ആണ്, എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നമ്മള് ഫിസിക്സിലെ ലോസ് ഓഫ് മോഷനില് കുറെ നല്ല ഒരു 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതിലെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്കറിയാം S is equal to ut plus half at² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ പ്രശ്നം, നമുക്ക് യുവും ടിയും ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, ആക്സലറേഷൻ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആക്സലറേഷൻ ആദ്യം കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് വേറൊരു ഇക്വേഷൻ ഉണ്ട്, v - u is equal to at. ശരിയാണ്? ഓക്കെ, നമുക്കറിയാം ഇവിടെ വിയും യുവും നമുക്കറിയാം, ടൈമും അറിയാം. അപ്പൊ ആക്സലറേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് v - u/t എന്ന് വരും. മൊത്തമാണ് v - u/t. ഓക്കെ, v ഓൾറെഡി നമുക്കറിയാം 25 ആണ്. 25 വെച്ച് ചെയ്യുമ്പോൾ 25 u 0 ആണ്. അപ്പൊ 25 നമ്മുടെ ടൈം 300 ആണ്. ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/12 എന്ന് കിട്ടും അല്ലെ? ശരിയല്ലേ? 1/12. ഓക്കെ, ഇതാണ് നമുക്ക് എ കിട്ടും. ഈ എ കൊണ്ട് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത്, നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ ആ പ്രോബ്ലത്തിൽ
നമ്മുടെ പ്രോബ്ലത്തിൽ എന്താണോ തന്നിരിക്കുന്നത് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ആക്സിലറേഷൻ യൂണിഫോം ആകുമ്പോൾ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ ആ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. നമുക്ക് നോക്കാം. എസിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു യു 0 ആണ്, വി 25 ആണ്, ഇൻറ്റു ടൈം തന്നിരിക്കുന്നത് 300 എന്നാണ്. ഓക്കെ, അപ്പൊ ചെയ്യുമ്പം 300 വന്നു. ദെൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. 25 300/2 ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. 150 ഇൻറ്റു 25 ചെയ്യുമ്പം 3750 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കുമ്പം ഓപ്ഷനകത്ത് അങ്ങനെ ഒരു സാധനമേ വന്നിട്ടില്ല അല്ലെ. എല്ലാം എന്തിലാണ്? കിലോമീറ്ററിലാണ് ഓപ്ഷൻസിൽ കിടക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് കിലോമീറ്റർ ആക്കുമ്പോൾ എന്ത് വേണം? 3.750 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പം ആൻസർ നോക്കുമ്പോൾ ഈസി ആയിട്ട് ഓപ്ഷൻ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 3.75 കിലോമീറ്റർ. ഇനിയും ഞാൻ ഈ ചെയ്ത രീതിയിൽ ഈ കാണുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഫൈൻഡ് ചെയ്തിട്ട് നേരെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൊടുത്താലും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത് ഇത് തന്നെയാണ്. 3.7 അല്ലെങ്കിൽ 3750 മീറ്റർ തന്നെ കിട്ടും. നോക്കി വേണമെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ഇസ് 0, അത് മൊത്തം 0 ആയിപ്പോയി, പ്ലസ് ഹാഫ് ഇൻറ്റു എ വാല്യൂ നമുക്ക് കിട്ടി 1/12 ആണ്, ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 300 സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുവാണെങ്കിലും കിട്ടും. 300 സ്ക്വയർ എടുക്കുമ്പം 940 വരും. ദെൻ ആൻസർ കറക്റ്റ് സാധനം വരും, 3750 മീറ്റർ തന്നെ വരും കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ എളുപ്പം സോൾവ് ചെയ്യണം. ആൻസർ സെയിം തന്നെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യൂണിഫോം ആക്സലേഷൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന എസ് കാണുള്ള ഡിസ്റ്റൻസ് കാണുള്ള ഈ മെത്തേഡ് എളുപ്പം ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി, ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഓപ്ഷൻ കിട്ടി. ഓപ്ഷൻ 3.75 കിലോമീറ്റർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ ഇപ്പൊ എല്ലാം വിസിബിൾ ആണ്. നമ്മുടെ പ്രോബ്ലം എങ്ങനെ ചെയ്തു എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് an ideal gas at temperature 27 degrees Celsius is heated at a constant pressure until the volume of this gas doubles. The final temperature of the gas will be. കാണേണ്ട സാധനം എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് കാണേണ്ടത് ഫൈനൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ, ഇത് നമുക്കറിയാം ഫിസിക്സിന്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുമ്പോൾ തെർമോഡൈനാമിക്സ് മനസ്സിലാവുമ്പോഴേ നമുക്ക് അറിയേണ്ടത് ഇത് ഏത് പ്രോസസ് ആണെന്ന് അറിഞ്ഞിരിക്കണം. പ്രോസസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ഒരു ഐഡിയൽ ഗ്യാസ് ഇരിക്കുകയായിരുന്നു. ആ ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആദ്യം ഇരുന്ന ടെമ്പറേച്ചർ, അതിനെ നമ്മൾ T1 എന്ന് വിളിക്കും. T1 പറഞ്ഞിരിക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഓക്കെ, 27 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കെൽവിനോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പഠിപ്പിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 300 കെൽവിൻ എന്ന് പറയാം. പ്ലസ് 273 ചെയ്യണം, ശരിയല്ലേ? അപ്പം 300 കെൽവിൻ. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പ്രോസസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. ഓക്കെ, എന്താണ് ഈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV is equal to nRT എന്നാണ്. എന്നും ആറും കോൺസ്റ്റന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പി ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ പി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ശരിയാണേ? അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ശരിയാണോ? വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അല്ലെ, ഓർത്തിരിക്കണം, ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ എപ്പോഴും വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതായിരിക്കും ക്രൈറ്റീരിയ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. കൂടാതെ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അണ്ടിൽ, ഇപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ ചെയ്യുകയാണ് അതുവരെ അണ്ടിൽ ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഡബിൾസ്. അപ്പോൾ ഞാൻ പറയുകയാണ് ആദ്യം വരുന്ന ഗ്യാസിന്റെ വോളിയം V1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ V2 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടം വരെ കോൺസ്റ്റന്റ് പ്രഷർ ചെയ്യുകയാണ്? വോളിയം ഡബിൾ ആകുന്നിടം വരെ ചെയ്യുവാണ്. അപ്പം V2 എന്നുള്ള ഫൈനൽ വോളിയം ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? V2 is equal to
2v1 ആയിരിക്കും. ആദ്യം ഉണ്ടായിരുന്ന വോളിയം ഡബിൾ ആകുന്ന നമ്പർ 2v1 കിട്ടും. അപ്പോൾ v2 is equal to 2v1 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ ആണ്. ദ v/t is equal to കോൺസ്റ്റന്റ് ആണല്ലോ. 1 എന്നും 2 എന്നും പറയുന്ന ഒരു പ്രോസസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് കോൺസ്റ്റന്റ് പ്രഷറിൽ പോയപ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 1നെ സംബന്ധിച്ച് വരുവാണെങ്കിൽ നമുക്കറിയാം v/t കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പം v1/t1 is equal to എന്തുമായിരിക്കും? v2/t2 is equal to v/t. കോൺസ്റ്റന്റ് ആണല്ലോ. ഏത് പോയിന്റ് അപ്ലൈ ചെയ്താലും കോൺസ്റ്റന്റ്, 1ൽ അപ്ലൈ ചെയ്താലും 2ൽ അപ്ലൈ ചെയ്താലും എവിടെ കൊടുത്താലും കോൺസ്റ്റന്റ്. അപ്പൊ v1/t1 is equal to v2/t2. ഇനി കാര്യങ്ങൾ എളുപ്പമായി നോക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? t2 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ t2 is equal to കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ക്രോസ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടും. v2/v1 into t1 കൊടുക്കാം. ക്ലിയർ ആണേ? ഓക്കെ, ദെൻ v2വിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു 2v1 ആണ് നമ്മൾ മുകളിൽ എഴുതി വെച്ചു. ശരിയല്ലേ? v2 is equal to 2v1/v1 into t1. t1ന്റെ വാല്യൂ നമുക്കറിയാം എത്ര? 300 ആണ്. ശരിയല്ലേ? അപ്പം v1ഉം v1ഉം ക്യാൻസൽ ആവും. 2 into 300 വരും, വിച്ച് ഈസ് 600 കെൽവിൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 600 കെൽവിൻ. എന്ത് ടെമ്പറേച്ചർ? ഫൈനൽ ടെമ്പറേച്ചർ. അതിൽ കാണാനല്ല ചോദിക്കുന്ന, ഫൈനൽ ടെമ്പറേച്ചർ കാണാനല്ല ചോദ്യം. t2 is equal to 600 കെൽവിൻ. പക്ഷെ പ്രശ്നമുണ്ട്, ഓപ്ഷൻസ് നോക്കിയപ്പോൾ എനിക്ക് എന്ത് പറ്റി? ഓപ്ഷൻസിൽ എല്ലാം കിടക്കുന്നത് എന്തിലാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. തൊട്ട് മുമ്പിലെ ക്വസ്റ്റ്യൻ കൂട്ട് തന്നെ കിലോമീറ്ററിൽ കിടന്നതിന് മീറ്ററിലായിരുന്നു നമുക്ക് ആൻസർ കിലോമീറ്ററിലാക്കണം. പക്ഷെ നമുക്കിപ്പോ കിട്ടുന്ന കെൽവിനിലാണ്. അതുകൂട്ട് ഇവിടെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. 600 കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ വേണ്ടി 600ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 273 കുറച്ചാൽ മതി. 273 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 327 ഡിഗ്രി സെൽഷ്യസിന് കിട്ടും. ഓക്കെ, അപ്പൊ കാണാൻ പറ്റും ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 327 ഡിഗ്രി സെൽഷ്യസ്. നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. കാരണം NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മുടെ UPSC അല്ലെങ്കിൽ RRB, SSC എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. ജനറൽ സയൻസിൽ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള NCERT ടെക്സ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണിത്. അവിടെ നിന്നുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. ഈ പ്രോബ്ലം ഒന്നും ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഒരു കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നമുക്ക് കരുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ശരിക്കും തെർമോഡൈനാമിക്സ് എടുക്കുമ്പോൾ കുറെ പ്രോസ് പഠിക്കുന്നുണ്ട്. ഇത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസിനെ വെച്ചുള്ളതാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസ് ഉണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസ് ഉണ്ട്, ദെൻ അഡിയബാറ്റിക് പ്രോസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വെച്ചുള്ള പ്രോബ്ലംസും കൂടി നോക്കിയിരിക്കണം. ഏത് വേണമെങ്കിലും ക്രൈറ്റീരിയ ബേസിൽ ചോദിക്കാം. അപ്പം ക്വസ്റ്റ്യൻ 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടിയിരിക്കുന്നത് 327 ഡിഗ്രി സെൽഷ്യസ് എന്നാകുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question number 3. How many electrons are in the outermost shell in the noble gases except helium? ഹീലിയം ഒഴിച്ചുള്ള നോബിൾ ഗ്യാസസിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയേണ്ടത് ഹീലിയം എന്ന് പറയുന്ന ഗ്യാസ്, അതിന്റെ അറ്റോമിക് നമ്പർ എല്ലാവർക്കും അറിയാം. എത്രയാണ് അറ്റോമിക് നമ്പർ ഹീലിയത്തിന്റെ? അറിയാമായിരിക്കുമല്ലോ, 2 ആണ്. ശരിയാണ്. ഹൈഡ്രജൻ ഹീലിയം എന്നല്ലേ? ഹൈഡ്രജൻ 1, ഹീലിയം 2. ഓക്കെ, ദെൻ അപ്പം നമുക്കറിയാം സാധാരണ ഇലക്ട്രോൺസ് ഒക്കെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 2, 8, 8 ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചോദ്യം അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ഹീലിയം ഒഴിച്ചിട്ടുള്ള നോബിൾ ഗ്യാസ്. അപ്പൊ ഹീലിയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പോട്ടെ. ബാക്കിയുള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹീലിയം ഉപയോഗിച്ച് ഹീലിയം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം വരുന്നതാണ് നിയോൺ, അല്ലേ? അതുകൊണ്ട് തന്നെ ആർഗൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നോക്കാം. നിയോണിന്റെ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 10 ആണ്, അല്ലെ? അപ്പൊ എത്ര വരും? നമ്മളെ ആ ഇലക്ട്രോൺസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിന്യാസം പറയുകയാണെങ്കിൽ 2, 8. ശരിയാണ്, 10 ആയി. ഓക്കെ, ആർഗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർഗണിന്റെ അറ്റോമിക് നമ്പർ പറയുന്നത് 18 ആണ്. ഓക്കെ, 18 ആണ് അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം പറയുവാണെങ്കിൽ 2, 8, 8. ശരിയല്ലേ? 2 + 8 + 8 is 18. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ഹീലിയത്തിന്റെ 2 ആണ്. എന്നാൽ ഹീലിയം ഒഴിച്ചുള്ള ഏത് നോബിൾ ഗ്യാസ്, അതല്ല നോബിൾ ഗ്യാസ് ആണ്, ഏത് നോബിൾ ഗ്യാസ് എടുത്താലും അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ, ഇതാണ് ഔട്ടർമോസ്റ്റ്, ഇതാണോ? ഇതാണ് ഔട്ടർമോസ്റ്റ്, അല്ലെ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം? 8 ആണ്. ശരിയാണ്. അപ്പോൾ ഹീലിയം ഒഴിച്ചുള്ള ബാക്കിയുള്ള ഏത് നോബിൾ ഗ്യാസ് എടുത്താലും അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം? 8 ആയിരിക്കും. അതുകൊണ്ട് ആൻസർ വരുന്നത് 8 എന്നാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 8 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നോണം. അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ യൂണിറ്റ് ഓഫ് ജി ഈസ് ദ സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ ഈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം ആക്സലറേഷൻ ഓഫ് നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി അല്ലെ, അതല്ലേ ജി. ജിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ജിയുടെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം, എത്ര 9.81 എന്ന് പറഞ്ഞു പോകും. ദെൻ അപ്പം ജിയുടെ യൂണിറ്റും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഡയറക്റ്റ് കാണാൻ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്താ ഉള്ളത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിനിൽ ഇല്ല, നോക്കി ഉണ്ടോ, ഇല്ല. അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ എങ്ങനെ മറ്റൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് റേസ് ടു -2 എന്ന് എഴുതാം അല്ലെ, ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നുണ്ട്, ശരിയല്ലേ? മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആൻസർ ക്ലിയർ എന്ന് ഓർത്തിരുന്നോണം. ആക്സലേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാം, യൂണിറ്റ് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ചോദ്യമാണ്, ഫണ്ടമെന്റൽ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് കൊടുക്കണം. ഓക്കെ, ഇനിയും ഞാൻ ഈ ആക്സിഡന്റ് ടു ഗ്രാവിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരു ബോഡിയുടെ വെയിറ്റ് കാണാൻ പറഞ്ഞാൽ, വെയിറ്റിന്റെ യൂണിറ്റ് എന്തുവാ മക്കളെ? വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൺ എന്നാണ്, ശരിയാണേ. ഒരിക്കലും വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം ആന്ന് പറയല്ലേ, മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് എപ്പോഴും എന്താണ്? ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ ചോദിച്ചാൽ, ഒരു ബോഡിയുടെ ഭൂമിയിലുള്ള വെയിറ്റ് കാണാൻ പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ മതി, ശരിയല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കുമ്പം വേറെ ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്ന എവിടെ ആയിരിക്കും? മാക്സിമം ഗ്രാവിറ്റി ഒരു വസ്തുവിന് ചോദിച്ചിട്ടുള്ളതാണ്, അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പൊ നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ഭൂമി എടുക്കുവാണ്, ഇങ്ങനെ ഒരു ഭൂമി വരയ്ക്കുകയാണെങ്കിൽ സെന്റർ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസിലൊക്കെ കാണാൻ പറ്റുന്ന ശരിക്കും പറഞ്ഞാൽ പോൾ, ഇക്വേറ്റർ, സെന്റർ, നൺ, ഇതൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഈ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ അല്ല പറഞ്ഞ, ഈ ക്വസ്റ്റ്യനോട് ചേർത്തുള്ള മറ്റൊരു ഭാഗം കൂടി പറയുകയാണ്. ഓക്കെ, അപ്പം സെന്റർ ആണിത്. ഓക്കെ, ഈ നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞ വാക്കുകളുണ്ട്, പോള്, ഇക്വേറ്റർ, അതൊക്കെ എവിടാന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാധനമല്ല, ആ പ്രദേശമാണ് പോൾ. ഓക്കെ, ദെൻ ഭൂമിയിൽ നിന്നും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ ഉള്ള സ്ഥലമാണ് ഇക്വേറ്റർ. ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും കൂടുതൽ മാക്സിമം ഗ്രാവിറ്റി നമുക്ക് അനുഭവപ്പെടുന്നത് എപ്പോഴും പോളിലായിരിക്കും. ഇവിടെയായിരിക്കും ഏറ്റവും മാക്സിമം ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്. ഓക്കെ, എന്നാൽ ഇക്വേറ്ററിൽ ചെല്ലുമ്പോൾ ലെസ് ആയിരിക്കും ഗ്രാവിറ്റി. ഓക്കെ, മാക്സിമം പോളിലും ഇക്വേറ്ററിൽ ലെസ് ഗ്രാവിറ്റിയും ആയിരിക്കും എപ്പോഴും അനുഭവപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം, ചോദിക്കാം. പോൾ എവിടാണ്, ഇക്വേറ്റർ എവിടാന്ന് മാറിപ്പോരുത്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളത് പോള്, നമ്മുടെ വലതുവശത്ത് നിൽക്കുന്നത് ഇക്വേറ്റർ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ മാക്സിമം ഗ്രാവിറ്റി നമുക്ക് അഫക്റ്റ് ആയിട്ട് തോന്നുന്നത് പോളിലും, ലെസ് ഗ്രാവിറ്റി തോന്നുന്നത് ഇക്വേറ്ററിലും ആയിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഫണ്ടമെന്റൽ ചോദ്യമാണ്, ഗ്രാവിറ്റിയോട് ബേസ് ചെയ്ത് ചോദിക്കുന്നതാണ്, ഫിസിക്സിൽ പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്നുള്ള ഓപ്ഷൻ സി നമുക്ക് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഓർ പേഴ്സൺ വെൻ മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് 60 ന്യൂട്ടൺ. ഇതിനോട് ചേർത്തുള്ള ചോദ്യം തന്നെ കേട്ടോ, തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻസിനോട്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് വെൻ മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ? നല്ലൊരു ചോദ്യമാണ്. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ വെയിറ്റ് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നോക്കിയപ്പോൾ കിട്ടിയത് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ന്യൂട്ടൺ ആണ്. നമുക്കറിയാം വെയിറ്റിന്റെ യൂണിറ്റ് എന്തുവാണ് കേട്ടോ, 60 ന്യൂട്ടൺ ആണ്. ഈ സാധനം തന്നെ, ഈ ആള് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് തന്നെ മൂണിന്റെ സർഫസിൽ പോകുമ്പോൾ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അല്ലെ, അതല്ലേ ചോദ്യം? മാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ഒരു വസ്തുവിന്റെ മാസ് 60 കിലോഗ്രാം ആണ് ഭൂമിയിൽ, എവിടെ? എർത്തില്. അങ്ങനെയെങ്കിൽ അത് മൂണിൽ ചെല്ലുമ്പോൾ അതിന്റെ മാസ് എന്തായിരിക്കും ചോദിച്ചാൽ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, ആ ആൻസർ തന്നെയാണ് 60 കിലോഗ്രാം തന്നെയാണ് കേട്ടോ, അത് ഓർത്തിരിക്കണം. ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പം മാസ് ചോദിക്കുവാണെങ്കിൽ എർത്തിലും മൂണിലും എല്ലാം സെയിം ആയിട്ട് വരും. പക്ഷെ നമ്മളുടെ ചോദ്യം വെയിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭൂമിയില് നമ്മുടെ എർത്തില് ഒരു വസ്തുവിന്റെ വെയിറ്റ് W ആണെങ്കിൽ അത് മൂണിൽ ചെല്ലുമ്പോൾ അതിന്റെ വെയിറ്റ് 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 ടൈംസ് അല്ല, 1/6 ടൈംസ് ആയിട്ട് കുറയും. ഓക്കെ, ഒരു വസ്തുവിന്റെ വെയിറ്റ് ഭൂമിയിൽ അല്ലെങ്കിൽ എർത്തിൽ W ആണെങ്കിൽ മൂണിൽ ചെല്ലുമ്പോൾ അത് 1/6 ആയിട്ട് കുറയും. ഓക്കെ, അപ്പം W/6 ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം അനുസരിച്ച് വെയിറ്റ് തന്നിരിക്കുന്നത്
60 ന്യൂട്ടൺ ആണ്. എവിടെ? എർത്തില്. അത് മൂണിൽ ചെല്ലുമ്പോൾ അതിന്റെ വെയിറ്റ് കാണാൻ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? മൂണിൽ ചെല്ലുമ്പോൾ അതിന്റെ വെയിറ്റ് കാണാൻ പറയാൻ എന്ത് ചെയ്താൽ മതി? W/6 ആണ്. സോ 60/6 എന്ന് കൊടുക്കണം. ആൻസർ നമുക്ക് കിട്ടുന്ന എത്ര വരും? 10 ന്യൂട്ടൺ എന്ന് വരും. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ വരും, 10 ന്യൂട്ടൺ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 10 ന്യൂട്ടൺ ആണ് മൂണിലെ ഈ പറഞ്ഞ വസ്തു അല്ലെങ്കിൽ ആ പേഴ്സന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം ഓർത്തിരിക്കണം. എന്തുവാ? വെയിറ്റ് അറ്റ് പോൾ. പോളിലെ വെയിറ്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പോളില് ഏത് വസ്തുവിനും വെയിറ്റ് മാക്സിമം ആയിരിക്കും. കാരണം ആക്സിഡന്റ് ഗ്രാവിറ്റി മാക്സിമം അല്ലേ അവിടെ? അതാണ് അത്. പോളില് വെയിറ്റ് മാക്സിമം ആയിരിക്കും. അതുകൂട്ട് തന്നെ ഇക്വേറ്ററിൽ ചെല്ലുമ്പോൾ എന്തുമായിരിക്കും? വെയിറ്റ് മിനിമം ആയിരിക്കും. അത് രണ്ടും നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി വെയിറ്റിനെ കുറിച്ച് കുറച്ച് പേരോട് പറഞ്ഞു. വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ് മക്കളെ? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അറിഞ്ഞിരിക്കണം, വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പിന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് സാധനമാണ്, ഓർത്തിരുന്നോണം. വെയിറ്റ് എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ നമുക്ക് സീറോ ആകാം, അല്ലെ? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പറയാൻ പറ്റത്തില്ല. ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് വേണമെങ്കിൽ സീറോ ആകാം. കാരണം സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി സീറോ ആകും, അവിടെ വെച്ച് വെയിറ്റ് സീറോ ആകാം. പക്ഷേ ഒരിക്കലും ഒന്നിന്റെയും ഒരു ഒബ്ജക്റ്റിന്റെയും മാസ് എന്താവത്തില്ല? സീറോ ആവില്ല. അത് ഓർത്തിന്നോണം. ഒരിക്കലും മാസ് സീറോ ആവില്ല. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതൊക്കെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. വെയിറ്റ് ഏത് ഒബ്ജക്റ്റിന്റെയും സീറോ ആകാം, എന്നാൽ മാസ് ഒരു ഒബ്ജക്റ്റിന്റെയും സീറോ ആകില്ല എന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഏതാണ് ഇക്വേഷൻ? ഈ സാധനം ഈ കാണുന്നത്. എർത്ത് W ആണ് വെയിറ്റ് എങ്കിൽ മൂന്നിൽ എന്തായിരിക്കും? 1/6 ടൈംസ്, അല്ലെ? W/6 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലം ആണ്. ഞാൻ ഇന്ന് കുറെ പ്രോബ്ലംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ തിയറി മാത്രം പഠിച്ച് കൊണ്ട് കാര്യമില്ല. തിയറിയോടൊപ്പം തിയറിയെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആൻസർ ചിലപ്പോൾ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന പേപ്പറിനകത്ത്, പേപ്പർ മീൻസ് നമ്മൾ ഏത് എക്സാം ആണോ ആ എക്സാമിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രോബ്ലം ഒക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം. The density of silver is 10.8 into 10 raised to 3 kilogram per meter cube എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് the density of water is 10 raised to 3 kilogram per meter cube. What is the relative density of silver? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒരു ബോഡിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് സാധനം. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി അറിയാം. എന്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറഞ്ഞാലും റിലേറ്റീവ് ഡെൻസിറ്റിയെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നും പറയാറുണ്ട്. ഓക്കെ, എന്ത് സാധനത്തിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണോ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയും, വിച്ച് ഈസ് വാട്ടർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഏതാ? വാട്ടർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കണം. ഏത് വസ്തുവിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ മറ്റൊരു പേരതിനുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്നാണ് കാണിക്കാറുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വിച്ച് ഈസ് വാട്ടർ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ഡെൻസിറ്റി ഓഫ് സിൽവർ തന്നിരിക്കുന്നു. ഡെൻസിറ്റി ഇൻഡിക്കേറ്റ് എന്ന് എല്ലാവർക്കും അറിയാം, റോ എന്നാണ്. റോ ഓഫ് സിൽവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 10.8 into 10 raised to 3 എന്നാണ്. ഓക്കെ, കൂടാതെ തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം 10 raised to 3 അല്ലെങ്കിൽ 1000 എന്ന് പറയാം. ഓക്കെ, ദെൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സിൽവറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? എസ് എന്ന് പറയാം, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വിച്ച് ഈസ് 10.8 into 10 raised to 3 by 10 raised to 3. ക്യാൻസൽ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. എന്തുവാ? 10.8. ഓക്കെ, ഓപ്ഷൻ നോക്കുമ്പോൾ സന്തോഷപരമായിട്ട് നമുക്ക് ഓപ്ഷൻ കിട്ടും. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്. ഓപ്ഷനിൽ നോക്കുമ്പം യൂണിറ്റ് ഒരു പ്രശ്നമാകരുത്, നോക്കണേ. അയ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്, ആൻസർ എല്ലാം സെയിം അല്ലെ? 10.8 കുടുങ്ങി. ഇനി അറിയണം എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി യൂണിറ്റ്. അറിഞ്ഞിരിക്കണം എന്താ ഇക്വേഷൻ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നല്ലേ? മുകളിലും ഡെൻസിറ്റി, താഴെയും ഡെൻസിറ്റി. ഡെൻസിറ്റി യൂണിറ്റ് തമ്മിൽ ക്യാൻസൽ ആയിപ്പോ. ഏത് യൂണിറ്റ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്യാൻസൽ ആയി പോവും. എന്തുവാ അപ്പം?
എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓർത്തോണം, യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ എന്തുമാത്രമായിരിക്കും? 10.8 എന്നുള്ള ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്താലും ന്യൂമറിക്കൽ വാല്യൂ എല്ലാം ഒന്ന് വന്നു, പക്ഷെ യൂണിറ്റ് അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിറ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ആണ് അല്ലെ? രണ്ട് ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി നമുക്ക് ക്യാൻസൽ ആയി പോകും, യൂണിറ്റ് ക്യാൻസൽ ആയി പോകുമ്പോൾ യൂണിറ്റ് ഇല്ല. വാല്യൂ ക്യാൻസൽ ആയി പോകുന്ന കാര്യമല്ല, യൂണിറ്റ് ക്യാൻസൽ ആയി പോകുമ്പോൾ യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യൂണിറ്റ് ഇല്ലാതെ പറയാം 10.8. ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറേയേറെ പേർക്കൊക്കെ അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ചോദിക്കാം. ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് ആ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ നമ്പർ ഓഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാസ് നമ്പർ ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ദി ആറ്റം. നല്ലൊരു ചോദ്യം അല്ലെ? കെമിസ്ട്രിയുടെ ഭാഗത്തുള്ള ചോദ്യമാണ്. നമ്മൾ ശരിക്കും ഒരു എലമെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് അല്ലെ? എക്സിന് നമ്മൾ സാർ കാണാറുണ്ടല്ലേ നമ്പർ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റില് ബോട്ടത്തിലും അതുകൊണ്ട് ലെഫ്റ്റില് ടോപ്പിലുമായിട്ട് ഇങ്ങനെ നമ്പർ കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കും NCERT ടെക്സ്റ്റിലൊക്കെ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? എന്താണ് ഈ എ എന്ന് പറയണം? ഈ എ എന്ന് പറഞ്ഞാൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് മാസിനെയാണ് എ റെപ്രസെന്റ് ചെയ്യുന്നത്. അറിയാം. ഓക്കെ, കൂടാതെ ഇസഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പറാണ് എന്ത്? ഇസഡ്. ഇത് അറിഞ്ഞിരിക്കും. ഓക്കെ, അറ്റോമിക് മാസ് ആണ് മുകളിലെങ്കിൽ അറ്റോമിക് നമ്പറാണ് താഴെ. ഓക്കെ, ഏത് എലമെന്റ് എഴുതിയാലും അങ്ങനെയാണ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പൊ ചോദ്യം ദ നമ്പർ ഓഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാസ് നമ്പർ ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ദ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തോ ചോദ്യം? സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്പറാണ് ഡിസൈഡ്. അപ്പൊ ചോദ്യം മാസ് നമ്പറും സീരിയൽ നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്? ഓർത്തിരുന്നോണം, അത് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് അവിടെ നിന്നും പറയാൻ പറ്റും. ഓപ്ഷൻ വരുന്നതാണ് ഓപ്ഷൻ സി ആണ്. ഓർത്തോണം, എ മൈനസ് ഇസഡ് ഈ കാണുന്ന രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എപ്പോഴും ഇതായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മുകളിൽ മാസ് നമ്പർ കേട്ടോ, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ എപ്പോഴും കിട്ടുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ? ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളുടെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. ജെയിംസ് ചാഡ്വിക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ച ആള്. എപ്പോഴും നമ്മുടെ ഒരു ആറ്റത്തില് ഡ്യുവൽ നേച്ചർ കാണിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണോ പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ? കാരണം ഓപ്ഷനിൽ കിടക്കുന്ന കാര്യം പറയുവാണ്. ഡ്യുവൽ നേച്ചർ കാണിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ പറഞ്ഞിരിക്കണം അത് എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും കേട്ടോ. ഡ്യുവൽ നേച്ചർ കാണിക്കുന്നത് ഇലക്ട്രോൺ ആയിരിക്കും. ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം ഈ ഒരു ആറ്റത്തെ എങ്ങനെ, ഒരു എലമെന്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരു ബേസിക് സാധനമാണ്, NCERT ടെക്സ്റ്റിലുള്ളതാണ്. അവിടെ നിന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസിൽ നിന്നും മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എപ്പോഴും എന്തുമായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് 7th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ സി ആണ്, ന്യൂട്രോൺ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 8th ക്വസ്റ്റ്യൻ. The second equation of motion shows the relation between position or location and dash. വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഇതും ഫിസിക്സിന്റെ ലോസ് ഓഫ് മോഷനിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഇക്വേഷൻസിനെ കുറിച്ചാണ് അല്ലെ? നമുക്കറിയാം 3 ഇക്വേഷൻ ഉണ്ട്, ശരിയല്ലേ? 3 ഇക്വേഷൻ ആണുള്ളത് ലോസ് ഓഫ് മോഷനിൽ. 3 ലോ ഉണ്ട്, അതുകൊണ്ട് 3 ഇക്വേഷൻ. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ കുറേയേറെ പേർക്കൊക്കെ അറിയായിരിക്കും. ഫസ്റ്റ് പറയുന്നത് v മൈനസ് യു ഇസ് ഈക്വൽ ടു AT. ശരിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിനെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എന്തിനെ കാണിക്കുന്നത്, എന്തിന്റെ റിലേഷൻ കാണിക്കുന്നത് ചോദിച്ചാൽ ആദ്യത്തെ ടേമും ഏറ്റവും അവസാനമുള്ള ലാസ്റ്റ് ടേമും തമ്മിലാണ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ v എന്ന് പറയുന്നത് എന്തുവാ? വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റിയും ഏറ്റവും ലാസ്റ്റ് ടൈം എന്തുവാ? t ആണ്. എന്താണ്? ടൈം. വെലോസിറ്റിയും ടൈമും തമ്മിൽ റിലേഷൻ കാണിക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് ഇക്വേഷൻ. കിട്ടിയോ? ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ പറയുവാണ് എല്ലാവർക്കും. എന്തോ സെക്കൻഡ് ഇക്വേഷൻ? S is equal to ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നാവുന്നു. ശരിയാണ്, അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ
റിലേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ ടൈം ഏതാ? എസ്. ഏറ്റവും അവസാന ടൈം ഏതാ? ടി. റിലേഷൻ എഴുതിക്ക്. എസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെ, അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. ഇതാണല്ലോ നമ്മുടെ ചോദ്യം അല്ലെ. അപ്പം സെക്കൻഡ് ഇക്വേഷൻ എന്തിനെ കാണിക്കുന്നതിന്റെ ചോദ്യം? ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊസിഷൻ, ലൊക്കേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് അല്ലെ. കിടക്കട്ടെ. അതും പിന്നെന്തുമായിട്ടുള്ള ഡാഷ് ആൻഡ് ഡാഷ്. ഏതാ ആൻസർ? രണ്ട വന്നിരിക്കുന്നത് എന്തുവാ? ടൈം. എന്താണ് ആൻസർ? ടൈം ആണ് ആൻസർ. തെറ്റിപ്പോരുത്. നല്ലൊരു ചോദ്യമാണ് ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ. ബാക്കി കാര്യങ്ങളിലേക്ക് കൂടെ പോയേക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ പറഞ്ഞിട്ട് പോകാം. ഇത്രയും വന്നതല്ലേ. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു 2as. എല്ലാവർക്കും അറിയാം ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു 2as. ആദ്യത്തെ ടൈം പിടിച്ചു, വി ആണ്. ഏറ്റവും അവസാനത്തെ ടൈം എസ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വെലോസിറ്റി ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മാത്രം നിർത്തരുത്. പൊസിഷൻ ആവാം, ലൊക്കേഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ഏത്? നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ പറയുന്നതാണ്. അതുകൊണ്ട് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ പറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ചോദിക്കാവുന്നതാണ്. മൂന്ന് ഇക്വേഷൻ, മൂന്ന് ലോസ് ഓഫ് മോഷന്റെ മൂന്ന് ഇക്വേഷൻ. ഓരോ ഇക്വേഷനും എന്തിന്റെ റിലേഷനെ കാണിക്കും? ആദ്യത്തത് വെലോസിറ്റി ടൈം, രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് ടൈം, മൂന്നാമത്തെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ ഓപ്ഷനിൽ ചോദിക്കുന്ന സെക്കൻഡ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ടൈം ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. When an object is moving with the uniform speed, what will be its acceleration? നല്ലൊരു ചോദ്യമാണ്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഒന്നുകൂടെ പറയാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്സലറേഷന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ്. ഓക്കെ, ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നാണ്. ഇതേ കൂട്ടടുത്ത് പറയുവാണ് ഒരു വസ്തുവിന്റെ വെലോസിറ്റി യൂണിഫോം ആണ്. വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ ആക്സലറേഷന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. വെലോസിറ്റി കൂടുമ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ്, വെലോസിറ്റി കുറയുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ്. വെലോസിറ്റി യൂണിഫോം ആകുമ്പോൾ, 0 ആകുമ്പോഴല്ല, യൂണിഫോം ആകുമ്പോൾ ആക്സലറേഷൻ 0 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. when an object is moving with uniform speed, velocity യൂണിഫോം ആകുമ്പോൾ ആക്സലറേഷൻ will be 0. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആക്സലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതേ സാധനം തന്നെ നമ്മൾ നേരത്തെ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എനർജി പഠിച്ചു, വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. ഒരു വസ്തുവിന്റെ വർക്ക് നെഗറ്റീവ് ആകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിളിന്റെ വാല്യൂ 180 ഡിഗ്രി ആകുമ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്. അതേ കൂട്ട് തന്നെ ഒരു വസ്തുവിൽ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആകുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആകുമ്പോൾ അത് പോസിറ്റീവ് ആവും. അതേ കൂട്ട് തന്നെ ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആവുമ്പോൾ അത് 0. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പേപ്പറിൽ ചോദിക്കാം. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമില് ജനറൽ സയൻസിന്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് 0 കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Which is the ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ ഏതാണെന്നാണ്. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും അഡിപ്പോസ് ടിഷ്യൂ ആണ് കേട്ടോ. അഡിപ്പോസ് ടിഷ്യൂ, ഓപ്ഷൻ ഡി. അഡിപ്പോസ് ടിഷ്യൂ ആണ് ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ ഇൻ അവർ ബോഡി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഡയറക്റ്റുള്ള ചോദ്യമാണ്, അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അറിഞ്ഞിരിക്കണം. നമ്മുടെ ബോണുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണെന്ന് പറയാമോ? ബോണുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അറിഞ്ഞിരിക്കണം. ബോണുമായിട്ട് ബന്ധിപ്പിക്കുന്ന എപ്പോഴും ആ സ്ഥാനത്തെ വിളിക്കുന്ന, കലയെ വിളിക്കുന്ന പേരാണ്
ലിഗമെന്റ്. എന്താണ്? ലിഗമെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബോണിനെ നമ്മുടെ മസിലുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ടെൻഡൻ. ഇതാണ് ടെൻഡൻ. ഓക്കെ, ദെൻ മസിലിനെ നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏരിയോളർ. ഇത് അറിഞ്ഞിരിക്കണം, ചോദിക്കാവുന്നതാണ്. ബോണ്ടിനെ ബോണ്ടുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന ലിഗമെന്റ്, ബോണ്ടിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ടെൻഡൻ, മസിലിനെ സ്കിന്നുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത് ഏരിയോളർ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അഡിപ്പോസ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് 10th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ക്യാൻ ഡിസോൾവ് ഗോൾഡ്. നല്ലൊരു ചോദ്യം, പഠിച്ചിട്ടുള്ളതാണ്. കെമിസ്ട്രിയിലെ ഒരു ഫണ്ടമെന്റൽ ടോപ്പിക് ആണ് ഗോൾഡ്. ഗോൾഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗോൾഡിനെ AU എന്നാണ് അല്ലെ, ഓറം എന്നാണ് അല്ലെ, ഗോൾഡിനെ ഓറം എന്നാണ് കാണിക്കാറുള്ളത്. ഓക്കെ, ഗോൾഡിനെ അല്ലെങ്കിൽ ഗോൾഡ് നമുക്കറിയാം നമ്മുടെ റോയൽ എലമെന്റ്സ് ആണ് ഗോൾഡ്. പിന്നെ അതൊക്കെയാ പ്ലാറ്റിനം, സിൽവർ, ഇതൊക്കെ അല്ലെ, പ്ലാറ്റിനം, ഗോൾഡ്. ഈ ഗോൾഡും പ്ലാറ്റിനവും ഒക്കെ ലയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡിനെ വിളിക്കുന്നത് റോയൽ ലിക്വിഡ് എന്നാണ്. റോയൽ ലിക്വിഡിനെ വിളിക്കുന്ന പേര് അക്വാ റീജിയ എന്നാണ്. ഇതാ കാണുന്നത് ഓപ്ഷൻ ഡി, അക്വാ റീജിയ. നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം ഇതുകൂട്ടുള്ള റോയൽ എലമെന്റ്സിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് അക്വാ റീജിയ. ഈ അക്വാ റീജിയ എന്ന് പറയുന്നത് രാജകീയ വാതകം. അതാണ് രാജകീയ വാതകം അല്ലെങ്കിൽ രാജകീയ ലിക്വിഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പം അക്വാ റീജിയ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ കമ്പോണന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും HNO3യുടെയും കമ്പോണന്റ് ആണ് ഈ പറയുന്ന അക്വാ റീജിയ. ഒരു പ്രാവശ്യം നല്ല കുറേയേറെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അക്വാ റീജിയക്കകത്ത് HCl-ഉം HNO3യും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, ഓർത്തിരുന്നോണം, ആ റേഷ്യോ 3:1 ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യം ചോദിക്കാവുന്നതാണ്. അക്വാ റീജിയ എന്ന് പറയുന്ന ലിക്വിഡിൽ എപ്പോഴും ഹൈഡ്രോക്ലോറിക് ആസിഡും HNO3യും തമ്മിലുള്ള റേഷ്യോ, കമ്പോണന്റ് റേഷ്യോ എത്രയെന്ന് ചോദിച്ചാൽ 3:1 ആണ്. മാറിപ്പോയത് ഓപ്ഷനിൽ 3:1 കാണും, 1:3 കാണും, 1:1 കാണും, 3:3 കാണും. ഞെട്ടരുത്, 3:1. ചിലപ്പോൾ ചോദ്യം നേരെ തിരിച്ചായിരിക്കും. HNO3 HCl എന്ന് ചോദിക്കുവാണെങ്കിൽ 1:3 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, HCl-ഉം HNO3യും തമ്മിലുള്ള റേഷ്യോ 3:1. അപ്പം റോയൽ ലിക്വിഡ് ആണ് നമ്മുടെ എന്ത്? അക്വാ റീജിയ. റോയൽ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? റോയൽ എലമെന്റ്സിനെ ഡിസോൾവ് ചെയ്യുന്ന സാധനമാണ് റോയൽ ലിക്വിഡ്. അതുകൊണ്ട് റോയൽ ലിക്വിഡ് ആണ് അക്വാ റീജിയ. അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. NO2 ഗ്യാസിന്റെ കളർ എന്താണ്? NO2 ഗ്യാസിന്റെ കളർ എപ്പോഴും ബ്രൗൺ ആണ് കേട്ടോ. നേരത്തെ പ്രീവിയസ് ഞാൻ കണ്ടിട്ടുണ്ട് ചോദ്യം. ബ്രൗൺ കളറാണ് NO2 ഗ്യാസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ HNO3 പറഞ്ഞില്ല. HNO3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആസിഡ് റെയിൻ ഇല്ലേ, ആസിഡ് റെയിൻ. ഓക്കെ, ആസിഡ് റെയിൻ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് ആസിഡ് റെയിൻ. ഈ ആസിഡ് റെയിന്റെ മെയിൻ കമ്പോണന്റ് HNO3 ആണ്. എങ്ങനെ HNO3 ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ NO2 നമ്മൾ മുമ്പേ പറഞ്ഞ NO2 ഗ്യാസും വാട്ടറും കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് HNO3 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആസിഡ് റെയിൻ. ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഈ പറയുന്ന ഗോൾഡിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന അക്വാ റീജിയ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കുറേയേറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. അപ്പം നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഡ്രൈ ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ HCl ഗ്യാസ് ഓൺ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ? നല്ലൊരു ചോദ്യമാണ്, എപ്പോഴും കാണാറുണ്ട് ഈ ലിറ്റ്മസ് പേപ്പറിനെ വെച്ച്. അല്ലെങ്കിൽ ആസിഡ് ബേസ് അല്ലെ, ആസിഡ് ബേസ് പരിപാടി എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അറിഞ്ഞിരിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റർ ആണ്, നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ലിറ്റ്മസ് പേപ്പർ. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മീതൈൽ ഓറഞ്ച് ഉപയോഗിക്കാറുണ്ട്. മീതൈൽ ഓറഞ്ച് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിൻ അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ ഇതൊക്കെ? ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണോ ബേസ് ആണോ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മൂന്നെണ്ണം. അറിയാമേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ച് നമുക്ക് ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ അതോ ന്യൂട്രൽ ആണോ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് ഇരിക്കട്ടെ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്നത്, ഓർത്തിരുന്നോളെ ചോദിക്കും. ഓക്കെ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ
അത് ആസിഡിലാണ് ഞാൻ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇടുന്നതെങ്കിൽ, ആസിഡാണ് ഒഴിക്കുന്നതെങ്കിൽ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് കൺവേർട്ട് ആവും, റെഡ് കളറിലേക്ക് മാറും. എന്നാൽ ബേസ് ആണെങ്കിൽ എന്തായിരിക്കും, കളറിന് നോ ചേഞ്ച് ആയിരിക്കും, ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ന്യൂട്രൽ ആണെങ്കിലും എന്തായിരിക്കും, നോ ചേഞ്ച്. ഇത് പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പർ. റെഡ് ലിറ്റ്മസ് പേപ്പർ അത് ആസിഡിലാണെങ്കിൽ നേരെ തിരിയും, നോ ചേഞ്ച് ആണ്, കളറിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ബേസിലാണെങ്കിൽ റെഡ് എന്നുള്ള തിരിഞ്ഞ് ബ്ലൂ ആയിട്ട് കാണപ്പെടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ബേസ് ആണ്, തന്നിരിക്കുന്ന ലിക്വിഡ് ബേസ് ആണ്. ഓക്കെ, ദെൻ അത് ന്യൂട്രൽ ആവുകയാണെങ്കിൽ നോ ചേഞ്ച്, നോ ചേഞ്ച് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞൊരു വേറൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു മീഥൈൽ ഓറഞ്ച്. ഓക്കെ, ഈ മീഥൈൽ ഓറഞ്ച് ഞാൻ ആസിഡിലാണ് മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ആസിഡിന്റെ കളർ റെഡ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഞാൻ മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ റെഡ് കളർ ആണ്, എനിക്ക് മനസ്സിലാവും എന്താണ്, ആസിഡാണ് ആ ലിക്വിഡ്, കത്തിയോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ബേസ് ആണെങ്കിൽ ഈ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ കാണപ്പെടുന്ന കളർ യെല്ലോ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആണെങ്കിൽ നോ കളർ അല്ല, കളർ ഉണ്ടാവും, അത് ഓറഞ്ച് കളർ, മീഥൈൽ ഓറഞ്ച് അല്ലേ, ഓറഞ്ച് കളർ ആയിട്ട് തന്നെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ ഏതായിരുന്നു, ഫിനോഫ്തലിൻ. നമ്മൾ പറഞ്ഞായിരുന്നു ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ എന്ന് പറയുന്ന സാധനം ഒഴിക്കുമ്പോൾ അത് ആസിഡ് ആണെങ്കിൽ കളർലെസ് ആയിട്ട് കാണപ്പെടും, നോ കളർ, കളർലെസ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബേസ് ആണെങ്കിൽ അത് റെഡ് കളർ ആയിട്ട് മാറും. ഓക്കെ, ദെൻ ന്യൂട്രൽ ആണെങ്കിൽ വീണ്ടും കളർലെസ്, നോ കളർ ആയിട്ട് തന്നെ വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ആയ ഹൈഡ്രോക്ലോറിക് ഗ്യാസ് ആണ് യോജിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡ്രൈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാണ്, വാട്ടർ ഇല്ല. ഓക്കെ, അപ്പം വാട്ടർ ഇല്ലെങ്കിൽ എപ്പോഴും ഓർത്തോണം, ലിറ്റ്മസ് പേപ്പറിനകത്ത് കാണപ്പെടുന്നത് കളർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർലെസ് ആയിട്ടേ കാണത്തു. എന്താണ് കളർലെസ് എന്ന് പറഞ്ഞാൽ ഒരു കളറും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ ഏത് വരും, ബ്ലൂ ഓർ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് കളർ. അതായത് കളർ ചേഞ്ച് ആവത്തില്ല എന്നുള്ളത്. ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി തന്നതാണ് ഞാൻ. ഇത് വെച്ച് നമ്മൾ പറയുന്നത്, ഇത് ചോദ്യത്തിൽ ഡ്രൈ എന്ന് പറയുന്ന സംഭവം വന്നതുകൊണ്ടാണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഇല്ല. വാട്ടർ കണ്ടന്റ് ഇല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ എപ്പോഴും കളർലെസ് ആയിരിക്കും, കളർ ചേഞ്ച് ആവത്തില്ല, അതേ കളറിൽ തന്നെ ഇരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെയാണ്, അപ്പം ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ബ്ലൂ ഓർ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് കളർ. ക്ലിയർ ആണ്. കുറേയേറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കണം, ഇത് എപ്പോ വേണമെങ്കിലും ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഓർഗനലെ യൂസസ് ലൈറ്റ് എനർജി ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഈ നമ്മുടെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എപ്പോഴും ചോദിക്കും. നമ്മുടെ പണ്ടുതൊട്ടേ പഠിക്കും കോശം അല്ലെ, സെൽസിനെ കുറിച്ചാണ് അല്ലെ. സെൽ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലിനകത്ത് നമുക്കറിയാം ഈ പറയുന്ന പവർ ഹൗസ് ഓഫ് സെൽ അല്ലെ, നമുക്കറിയാം പവർ ഹൗസ് എപ്പോഴും കേൾക്കുന്ന അല്ലെ, പവർ ഹൗസ്. സെല്ലിന്റെ പവർ ഹൗസ് എന്ന് വെച്ചാൽ എന്ത് പറയും, പവർ ഹൗസ് എപ്പോഴും മൈറ്റോകോൺട്രിയാണ് കേട്ടോ, ഓർത്തിരുന്നോണം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ ചോദിച്ചത് എന്തുവാ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എവിടെ നടക്കുന്നത്, ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ അത് ഓർത്തോണം, ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ. എന്താണ് ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷനിലുണ്ടല്ലേ, ഓപ്ഷൻ ഡി, ക്ലോറോപ്ലാസ്റ്റ്. ഓർത്തോണം, ഫോട്ടോസിന്തസിസ് നമ്മുടെ ബോഡിയായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് പ്ലാന്റ് ടിഷ്യൂ ആയിട്ട് പറയുന്നതാണ്. ഫോട്ടോസിന്തസിസ് എപ്പോഴും നടക്കുന്നത് എവിടെ ആയിരിക്കും, ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സെല്ലിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ ഓർഗനലയുടെ മദർ ഏതാണ്, മദർ ഓഫ് സെൽ ഓർഗനൽ, മദർ ഓഫ് സെൽ എന്ന് ചോദിച്ചാൽ മദർ ഓഫ് സെൽ ഓർഗനൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഗി ബോഡിയാണ് കേട്ടോ. ഗോൾഗി ബോഡി നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഗോൾഗി ബോഡിയാണ്. ഓക്കെ, ഇനി നമ്മുടെ സെൻട്രൽ റെസ്പിറേഷൻ, അതിന് എന്ന് പറഞ്ഞാൽ ശ്വസന കേന്ദ്രം അല്ലെ, ശ്വസന കേന്ദ്രത്തിന്റെ സെൻട്രൽ റെസ്പിറേഷൻ അത് എന്തുവാന്ന് ചോദിച്ചാൽ ഏതാണ്, മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിരിക്കണം, മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പല പ്രാവശ്യം കണ്ടുള്ള സാധനമാണ് ഈ ചോദ്യമൊക്കെ. ഇതൊന്ന് ഓർത്തിരുന്നോണം. സെല്ലിനെ കുറിച്ചാണ്. സെല്ലിന്റെ പവർ ഹൗസ് എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ ആണ്. മദർ ഓഫ് സെൽ ഓർഗനൽ എന്ന് വെച്ചാൽ ഗോൾഗി ബോഡിയാണ്. സെൻട്രൽ റെസ്പിറേഷൻ ഏതിനാന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞപ്പം എല്ലാം കൂടെ പറഞ്ഞുള്ളൂ. നമ്മുടെ ചോദ്യത്തിന് ആൻസർ ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ്, കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9800 joules of energy was spent to raise a mass of 80 kilogram.
ദ മാസ് വാസ് റേസ് ടു എ ഹൈറ്റ് ഓഫ്, ഹൈറ്റ് ആണ് കാണേണ്ടത് ഉറപ്പായിട്ട്. എന്താ മീറ്ററിൽ ആൻസർ പറഞ്ഞു അല്ലേ? അല്ലേ അല്ല, മീറ്ററിൽ ആൻസർ പറഞ്ഞു അല്ലേ? എന്തായാലും ഹൈറ്റ് പറയുമ്പോൾ മീറ്റർ അല്ല നമുക്ക് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 9800 ജൂൾസ് ആണ്. ജൂൾസ് എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? എല്ലാവർക്കും ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? സാറേ എനർജിയുടെ യൂണിറ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് അല്ലേ ജൂൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എനർജി ആണ്. എനർജി എത്ര എന്നാണ് പറയുന്നത്? 9800 ജൂൾ. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം 9800 എനർജി വാസ് സ്പെൻഡ് ടു റേസ്. ഞാൻ ആ എന്ത് ചെയ്യുവാണ്? ഈ എനർജി ഞാൻ യൂസ് ചെയ്ത് എന്തിനു വേണ്ടി? 80 കിലോഗ്രാം ഉള്ള വസ്തുവിനെ മുകളിലേക്ക് പൊക്കി ഉയർത്തി കൊണ്ടുവന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഓക്കെ, മുകളിലോട്ട് ഒരു വസ്തു ഉയർന്നു പോകുമ്പോൾ അതിന് കിട്ടുന്ന ഈ എനർജി എന്ന് പറഞ്ഞാൽ ആ എനർജിയെ വിളിക്കുന്ന പേരെന്തുവാ? ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തുവാ മക്കളെ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു അറിയാം mgh എന്നാണ് ഇക്വേഷൻ. ശരിയാണോ? ഈക്വൽ ടു mgh എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം എന്ത് കാണാനാ? മാസ് കാണാനാ. പൊട്ടൻഷ്യലിന്റെ വാല്യൂ തന്നിട്ട് എത്ര? 9800. മാസ് എത്രയാണ്? മാസ് തന്നിട്ടുണ്ടല്ലേ? മാസ് കാണാനില്ല, ഹൈറ്റ് കാണാനല്ലേ? ശരിയാ, ഹൈറ്റ് കാണാനാണ്. മാസ് 80 എന്ന് തന്നിട്ടുണ്ട്. 80 ഇൻറ്റു ജി നമുക്കറിയാം എപ്പോഴും എത്ര ആയിരിക്കും? 9.8 എടുക്കുന്നത് 10 എടുക്കും. കാരണം ഓപ്ഷൻ കിട്ടണമെങ്കിൽ 10 എടുക്കണം. 10 ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കാണുന്ന ചോദ്യം എച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 9800 ബൈ 80 ഇൻറ്റു 10. 10 10 8. ആൻസർ വരുന്നത് 98/8 വരും, വിച്ച് ഈസ് 12.5 മീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 12.5 മീറ്റർ ആൻസർ വരും. അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഒരു എനർജിയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് റേസ് ചെയ്യാനാണ്. അതുകൊണ്ട് ആ എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ ആണ്. അതിന്റെ വാല്യൂ ആണ് 980. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, വിച്ച് ഈസ് mgh. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? വിച്ച് ഈസ് mgh. അതിനെ ബേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ് 12.5 മീറ്റർ, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. നമ്പർ 15. The distance between the center of curvature and pole of a convex mirror of 1 meter focal length. അപ്പൊ അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്പെറിക്കൽ മിറർ, നമ്മളിങ്ങനെയാണ് സ്പെറിക്കൽ മിറർ, സ്പിയർ അല്ലെ? സ്പെറിക്കൽ മിറർ. ആ സ്പെറിക്കൽ മിറർ കോൺവെക്സ് ആവാം, കോൺകേവ് ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ? കോൺവെക്സ് മിററോ കോൺകേവ് മിററോ എന്ത് വേണമെങ്കിലും കിട്ടും. ഇതിന്റെ സെന്റർ, സ്പെറിക്കൽ മിററിന്റെ സെന്റർ ആണിത്. ഓക്കെ, സെന്റർ തൊട്ട് ഇങ്ങനെ ഇവിടം വരെ, ഇത് മുട്ടുന്നിടം വരെയുള്ള ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് പോൾ. ഇത് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാറുണ്ട്. ഇത് പോൾ. ഇതിന് ഇടയ്ക്കുള്ള കറക്റ്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ് എഫ്. ക്ലിയർ ആണ്? ചോദ്യം നോക്കണം. ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ സി ആൻഡ് പോൾ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് 1 മീറ്റർ കാണാൻ പറഞ്ഞിരിക്കുന്നത് സി തൊട്ട് പി വരെ ഡിസ്റ്റൻസ് സി പി എത്രയാണ് എന്നാണ് ചോദ്യം. എപ്പോൾ ആ കാണുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മക്കളെ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ എഫ് എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് പോൾ വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്തിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 1 മീറ്റർ തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ശ്രദ്ധിക്കണം, സിക്കും പിക്കും ഇടയ്ക്കുള്ള പോയിന്റ് ആണ് എഫ്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ് എഫ്. അപ്പോൾ ഈ ദൂരം 1 മീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ, 1 മീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൂരം എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി പി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സി എഫ് പ്ലസ് എഫ് പി ചെയ്താൽ പോരെ? CF1 പ്ലസ് FP1 എത്ര കിട്ടും? 2 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. എത്രയാണ്? 2 മീറ്റർ. ഈസി ആയിട്ട് കിട്ടും. ഇത് കണ്ട് വേറെ ആൻസറിലോട്ടൊന്നും പോകരുത്. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോൺവെക്സ് മിറർ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്പെറിക്കൽ മിറർ പഠിപ്പിക്കും. ആ സ്പെറിക്കൽ മിററിന്റെ കൺസെപ്റ്റ് വെച്ച് പറയേണ്ടതാണ് ഇതിന്റെ ആശയം. ക്ലിയർ ആണ്? ഓക്കെ, നമ്മൾ നേരത്തെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ ഡെന്റിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന മിററിന്റെ പേരെന്തുവാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രീവിയസ് ചോദിച്ചത് ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മിററിന്റെ പേരെന്തുവാണ്? അതാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ. അങ്ങനെയെങ്കിൽ നമ്മുടെ പെരിസ്കോപ്പ് ഇരിക്കട്ടെ. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ഓർത്തോണം, ആ മിറർ പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിറർ ഇരിക്കുന്ന ആംഗിൾ എത്രയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മിറർ ഇരിക്കുന്ന ആംഗിൾ ഓർത്തിരുന്നോണം, 45 ഡിഗ്രിയാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ എല്ലാം പ്രീവിയസ് പറയുമ്പോൾ ഒരുമിച്ച് പറഞ്ഞു പോകുന്നുള്ള എല്ലാ കൺസെപ്റ്റും കിട്ടാൻ വേണ്ടിയാണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ക്ലിയർ ആണേ? അപ്പോൾ നമുക്കിപ്പോ കിട്ടിയ ആൻസർ ഫോക്കൽ ലെങ്ത് 1 ആണെങ്കിൽ നമുക്ക് സെന്റർ തൊട്ട് പോൾ വരെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ കിട്ടി 2 മീറ്റർ, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. The rate at which the heart beats per minute in an adult averages. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കണം.
ഹേർട്ട് എപ്പോഴും നമ്മളൊരു അഡൽട്ട് നല്ല ആരോഗ്യവാൻ ഒരു വ്യക്തിയിൽ 72 ടൈംസ് ആണ് ഒരു സെക്കൻഡില് ഒരു മിനിറ്റില് നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്യും. അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നത്. 72 മിനിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുറച്ച് കാര്യം കൂടെ പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹേർട്ട് അല്ലേ, ഹേർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഹേർട്ടിന്റെ സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്താണ്? ഹേർട്ടിന്റെ സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്താണ്? അറിയാം, എന്താ? കാർഡിയോളജി. എന്താണ്? കാർഡിയോളജി. ഓക്കെ. ഹേർട്ടിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് കവറിങ്ങിനെ വിളിക്കുന്ന പേര്. ഹേർട്ടിന്റെ കവറിങ് എന്താണ്? കോട്ടിംഗ് അല്ലെ? എന്താണ് ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പെരികാർഡിയം. എന്താണ്? പെരികാർഡിയം. ഓക്കെ. ഇനി ഹേർട്ടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിലിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫീമെയിലും രണ്ടിലും ഡിഫറെന്റ് ആയിട്ടാണ് പറയാറുള്ളത്. മെയിലില് എപ്പോഴും ഹേർട്ടിന്റെ വെയിറ്റ് 300 കിലോഗ്രാമിലും ഫീമെയിൽ അത് എപ്പോഴും 250 കിലോഗ്രാം അല്ല, സോറി, ഗ്രാം ആണ് കേട്ടോ. 300 ഗ്രാമും അതുകൊണ്ട് തന്നെ ഫീമെയിലില് 250 ഗ്രാം. മെയിലില് 300 ഗ്രാമും ഫീമെയിലിൽ 250 ഗ്രാമും ആവുന്നു. ഓക്കെ. ഈ ഹേർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി എന്തുമാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും അറിയാം. എന്താണ്? ECG വഴിയാണ് അറിയുന്നതല്ലേ, ECG. അപ്പൊ ECG യെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ECG കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ആരാണ് ഡിസ്കവർ ചെയ്തത്? ഐൻതോവൻ കേട്ടോ. ഐൻതോവൻ ആണ് ECG ഡിസ്കവർ ചെയ്തത്. ഐൻതോവൻ. ഓർത്തിരണം, ചോദിച്ചിട്ടുണ്ട്. ECGയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ECGയുടെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഓർത്തിരുന്നോളൂ, ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നമ്മുടെ ഹ്യൂമൻ ഹേർട്ടിന് എത്ര ചേംബർ ഉണ്ട്? ഓർത്തിരുന്നോണം, 4 ചേംബർ ഉണ്ട് കേട്ടോ. ഹ്യൂമൻ ഹേർട്ടിന് 4 ചേംബർ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചോദ്യം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഇടിക്കും എന്നുള്ളതാണ്. 72 ടൈംസ് ആണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും പല ക്വസ്റ്റ്യൻസ് പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പല എക്സാംസിലും ചോദിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ഒന്ന് പഠിച്ചോണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റഡിയാണ്? ബോട്ടണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്ലാന്റ് ലൈഫിനെ കുറിച്ച് സ്റ്റഡിയാണ് ബോട്ടണി. ബോട്ടണി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ലൈഫിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അങ്ങനെയാണ് ഞാൻ കുറച്ച് സ്റ്റഡീസ് ചോദിച്ചിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ഇമ്പോർട്ടൻറ്റ്. സുവോളജി എന്തിന്റെ സ്റ്റഡിയാണ്? സുവോളജി എന്തിന്റെ സ്റ്റഡിയാണ്? എല്ലാവർക്കും അറിയാം. എന്തിന്റെ സ്റ്റഡിയാ? ബോട്ടണി പ്ലാന്റ് ആണെങ്കിൽ സുവോളജി എന്തായിരിക്കും? ആനിമൽസിനെ കുറിച്ചുള്ള ആനിമൽസിന്റെ സ്റ്റഡിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കാർഡിയോളജി ഇപ്പൊ പഠിച്ചാലേ. കാർഡിയോളജി എന്തുവാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. കാർഡിയോളജി എന്തിന്റെ സ്റ്റഡിയാണ്? കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ടിന്റെ സ്റ്റഡിയാണ്. ഹേർട്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇനി ചോദിച്ചിട്ടുള്ള ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി എപ്പോഴും ചോദിക്കുന്നതാണ്. ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റഡിയാണ്? ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ലിവറിന്റെ സ്റ്റഡിയാണ് കേട്ടോ. ലിവറിന്റെ സ്റ്റഡിയാണ് ഹെപ്പറ്റോളജി. അതുകൊണ്ട് തന്നെ ഹെമറ്റോളജി എപ്പോഴും ചോദിക്കുന്നതാണ്. ഹെമറ്റോളജി എന്തിന്റെ സ്റ്റഡിയാണ്? ഹെമറ്റോളജി ഓർത്ത് നോക്കണം, ബ്ലഡിന്റെ സ്റ്റഡിയാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഓർത്ത് പറയുന്നതേ ഉള്ളൂ. നെഫ്രോളജി ചോദിക്കുന്നതാണ്. നെഫ്രോളജി എന്തിന്റെ സ്റ്റഡിയാണ്? ഓർത്തിരുന്നോണം, നെഫ്രോളജി കിഡ്നി, നെഫ്രോൺസ്, കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ് നെഫ്രോളജി. വൈറോളജി ചോദിച്ചിട്ടുണ്ട്. വൈറോളജി എന്ന് പറയുന്നത് എന്തിന്റെ സ്റ്റഡിയാണ്? വൈറസിന്റെ സ്റ്റഡിയാണ്. ഓക്കെ. മാമോളജി അത് എളുപ്പമാണ് അല്ലെ? മാമോളജി എല്ലാവർക്കും അറിയാവുന്നതാണ്. മാമോളജി എന്തിന്റെ സ്റ്റഡിയാണ്? മാമൽസിന്റെ സ്റ്റഡിയാണ്. ഞാൻ ഈ കിട്ടിയ കുറേ എളുപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓർത്തിരുന്നോണം. സുവോളജി ആനിമൽ, കാർഡിയോളജി ഹേർട്ട്, ഹെപ്പറ്റോളജി ലിവർ, ഹെപ്പറ്റോളജി ഹെമറ്റോളജി എന്ന് മാറിപ്പോരുത്. ഹെമറ്റോളജി ബ്ലഡ് ആണ്. നെഫ്രോളജി കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടു. ഒരിക്കലും നെഫ്രോളജി ന്യൂറോൺ എന്ന് പറഞ്ഞു പോകരുത്. നെഫ്രോൺസ് ഉള്ളത് കിഡ്നിയിലാണ്. ഓക്കെ. വൈറോളജി വൈറസ്, മാമോളജി മാമൽസ്. അറിയാവുന്ന പെട്ടെന്ന് കിട്ടിയ കുറെ സാധനം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചോദിക്കാറുണ്ട്, ഇങ്ങനെ സ്റ്റഡീസ് ചോദിക്കാറുണ്ട്. ബോട്ടണിയാണ് ഇപ്പൊ ചോദിച്ചത്. നമുക്ക് ആൻസർ വന്നത് പ്ലാൻ ലൈഫ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. ബോട്ടണിയുടെ പ്ലാൻ ലൈഫിന്റെ സ്റ്റഡിയാണ് ബോട്ടണി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണ്. Which of the following has the same dimension as that of linear momentum? ലീനിയർ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷൻ വരുന്നതിന്. അപ്പൊ നമുക്ക് ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ, ഈ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ, ലീനിയർ മൊമെന്റം പോട്ടെ, മൊമെന്റം അല്ലെ, എല്ലാം ഒന്ന് തന്നെ. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എല്ലാവർക്കും. മൊമെന്റം എന്ന് പറയുന്നത് മക്കളെ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അറിയാമേ? ഓക്കെ. മാസ് ഇൻറ്റു വെലോസിറ്റി. അതിന്റെ ഡയമെൻഷൻ ഓർത്തിരുന്നോണം. m1L1T⁻1 ചെയ്ത് നോക്കുമ്പോൾ കിട്ടും കേട്ടോ. മാസിന്റെ വെലോസിറ്റി m1L1T⁻1. ഇനി നമുക്ക് അറിയേണ്ടത് ഇതേ ഡയമെൻഷൻ വരുന്ന ഏതൊക്കെയുണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഓരോന്ന് അറിഞ്ഞിടാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് താഴെ എന്ന് പറയാം. എനർജി ഡയമെൻഷൻ എന്ന് വെച്ചാൽ എനർജി പറയാം. നോക്കാം. എനർജി ഡയമെൻഷൻ പറയുവാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡയമെൻഷൻ അറിഞ്ഞിക്കണം. m1L2T⁻². ഇത് തന്നെയാണ് എനർജിയുടെ ഫോം ആണ് ഏത്? വർക്ക്. അപ്പൊ വർക്കിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? m1L2T⁻². അപ്പൊ നമുക്കറിയാം എനർജി നമ്മുടെ ഈ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരത്തില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വർക്കും വരത്തില്ല. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷനുകൾ എന്താണ്? സ്ട്രെസ് നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് മക്കളെ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോഴ്സ് ബൈ ഏരിയ. ഇതാണ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എല്ലാവർക്കും കാണാൻ അറിഞ്ഞിരിക്കണം. m1L1T⁻² ആണ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ L². ഇത് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് കിട്ടും m1L1T⁻². സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലെ? ഇത് മുകളിലോട്ട് പോകുമ്പോൾ അല്ലെ കിട്ടുവേ, അറിഞ്ഞിരിക്കണേ. m1L1T⁻² എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഡയമെൻഷൻ ആണോ ഇത്? അല്ല. അപ്പൊ സ്ട്രെസ്സും അല്ല. ഇനി ഒറ്റ ആൻസർ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇമ്പൾസിന്റെ ഡയമെൻഷൻ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഷോർട്ട് ഇന്റർവെല്ലിൽ കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു എത്ര ടൈമിൽ കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേര് ഇമ്പൾസ്. ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന്റെ എന്തോന്ന് അറിയാം? m1L1T⁻² ഇൻറ്റു ടൈം. ടി ചെയ്യുമ്പോൾ എന്ത് വരും? m1L1T⁻². നോക്കിയേ, m1L1 എന്തിന് തന്നെ ഇത് തന്നെ അല്ലേ? സെയിം അല്ലേ? അപ്പൊ എന്ത് വരും? ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? ഇമ്പൾസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഡയമെൻഷൻസ് അല്ലെ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഫിസിക്സ് പഠിക്കാനുണ്ട്. അവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്. എപ്പോഴും ആ ക്വസ്റ്റ്യൻസ് പല പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്, എല്ലാ എക്സാംസിലും ചോദിക്കാറുണ്ട്. നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കുറെ ഡയമെൻഷൻ ഒക്കെ കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്ടർ ക്വാണ്ടിറ്റി? നല്ല ചോദ്യമാണ്. എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫണ്ടമെന്റൽ ആണ്, പക്ഷെ നമുക്ക് തെറ്റിപ്പോകും. ക്വാണ്ടിറ്റീസ് വെക്ടറും ഉണ്ട്, സ്കെയിലറും ഉണ്ട്. അതറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഏതൊക്കെയാണ് വെക്ടർ, ഏതൊക്കെയാണ് സ്കെയിലർ എന്നറിയുന്നത് നമ്മൾ കുറച്ച് കാലം കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോ. മെയിൻ ആയിട്ടുള്ള സ്കെയിലർ ക്വാണ്ടിറ്റീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, വോളിയം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, പവർ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ദെൻ എനർജി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, മാസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ഇനിയും സ്പീഡ്. ഇത്രയൊക്കെ പഠിച്ചിട്ടാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിലർ ക്വാണ്ടിറ്റീസ് ഓർമ്മിരിക്കണം. ഇത്രയും സാധനം സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി അങ്ങനെയാണെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ്, മെയിൻ ആയിട്ടുള്ള വെക്ടർ ക്വാണ്ടിറ്റീസ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഓർത്തിരുന്നോണം, വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഇപ്പൊ പഠിപ്പിച്ച മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഏതാ? വെയിറ്റ് കൂടെ പറയാം. വെയിറ്റ് കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വെയിറ്റും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും ക്വാണ്ടിറ്റീസ് പഠിച്ചു വെച്ചത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും പഠിച്ചാണ്. കാരണം പല എക്സാംസിനും ചോദിച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്ടർ ക്വാണ്ടിറ്റി. എളുപ്പമോ? വെക്ടർ ക്വാണ്ടിറ്റി നോക്കണം. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആൻസർ കണ്ടോ, സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് ഒരു പവർ ഒരിക്കലും ഒരു വെക്ടർ ക്വാണ്ടിറ്റി സ്കെയിലർ ആണ്. എൻട്രോപ്പി തെർമോഡൈനാമിക്സിലാണ് എൻട്രോപ്പി എസ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി സ്കെയിലർ ആണ്. എനർജി മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനർജി എന്ന് പറയുന്നതും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ആൻസർ കിട്ടി. വെക്ടർ ക്വാണ്ടിറ്റി ഇതിനകത്ത് വരുന്ന വെലോസിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാസ് മാക്സിമം ഫ്രീക്വൻസി? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതുകൊണ്ട് അത് പഠിച്ചിരിക്കണം. ഇപ്പം ഫ്രീക്വൻസിയെ ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ വേവ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്കറിയാം. നോക്കിക്കോണേ, ഗാമ റേസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പറയാൻ പറ്റുന്നതാണ് എക്സ്റേ അല്ലെ? എക്സ്റേ. അത് കഴിഞ്ഞ് പറയാൻ പറ്റുന്നതാണ് UV റേസ്. അത് കഴിഞ്ഞ് പറയാൻ പറ്റുന്നതാണ് ഇൻഫ്രാറെഡ്. ഇതൊക്കെ ഒന്ന് ഓർഡറിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇൻഫ്രാറെഡ്, ദെൻ മൈക്രോവേവ്, ദെൻ റേഡിയോ വേവ്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന വേവ്സ്. ഓക്കെ, ഗാമ, എക്സ്റേ, UV, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇങ്ങേയറ്റത്തുള്ള ഗാമയ്ക്ക് വേവ് ലെങ്ത് ഏറ്റവും കുറവാണ്. അങ്ങേയറ്റത്തുള്ള റേഡിയോ വേവിന് വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാം. അപ്പം വേവ് ലെങ്ത് കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനർജി ഉണ്ട്. എനർജി എന്ത് ചെയ്യുക? എനർജി എന്തുമായിരിക്കും? കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ എനർജി എന്തുമായിരിക്കും? കുറവായിരിക്കും. അത് അറിഞ്ഞിരിക്കണം. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ രണ്ടും അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത്. ഓക്കെ, അപ്പം വേവ് ലെങ്ത് കുറവാണ്, എനർജി കൂടുതൽ. വേവ് ലെങ്ത് കൂടുതലാണ്, എനർജി കുറവ്. നമ്മുടെ ചോദ്യം ഒന്നുമില്ല, എന്തുവാ? ഫ്രീക്വൻസിയെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഈസി അല്ലേ? ലാംഡ കുറവുള്ളവന് ഫ്രീക്വൻസി എന്തുമായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ലാംഡ കൂടുതലുള്ളവന് ഫ്രീക്വൻസി എന്തുമായിരിക്കും? കുറവായിരിക്കും. ചോദ്യം എന്തുവാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് മാക്സിമം ഫ്രീക്വൻസി? മാക്സിമം ഫ്രീക്വൻസി ഉള്ള ഗാമ ഉണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക്. ഒന്നും നോക്കണ്ട. ആൻസർ എന്തായിരിക്കും? ഗാമ റേസ്.
അല്ലെ? കാരണം എന്തോ ഗാമയ്ക്കല്ലേ ഫ്രീക്വൻസി കൂടുതൽ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വേവ് ലെങ്ത് ഉള്ളത് അങ്ങേയറ്റത്തുള്ള റേഡിയോ വേവ് ആണ്. അവന് എനർജി എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റേഡിയോ വേവിന് വേവ് ലെങ്ത് കൂടുതലാണ്. റേഡിയോവിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് എനർജി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസിയും കുറവായിരിക്കും. അതേ കൂട്ടി ഇപ്പുറത്ത് പറയുമ്പോൾ നമ്മുടെ ഗാമാ റേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാമാ റേസിന് വേവ് ലെങ്ത് കുറവാണ്, എനർജി കൂടുതലായിരിക്കും, ഫ്രീക്വൻസിയും കൂടുതൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഞാൻ ഉറപ്പ് പറയാം, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഇത് ചോദിക്കാം, 100% ചോദിക്കാം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കുമ്പം കറക്റ്റ് ഓർഡറിൽ, ഞാനിപ്പോ തന്ന ഗാമ, എക്സ്റേ, യു വി, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആയിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്നത്, മാറിപ്പോരുത്. ചിലപ്പോ ഗാമ അല്ലായിരിക്കും, എക്സ്റേ ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ എന്തുവാ, വേവ് ലെങ്ത് കൂടി വരുന്നെന്ന് മനസ്സിലാക്കണം. ഇങ്ങോട്ട് വരുന്തോറും വേവ് ലെങ്ത് കൂടി വരുന്നെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വേറെ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എക്സ്റേ ആണ്, എക്സ്റേയും മൈക്രോവേവ് കൂടെ ചോദിക്കുന്നത്. ഇപ്പൊ ഗാമ ഇല്ലെങ്കിൽ അടുത്ത് വരുന്നത് ഏതാ? എക്സ്റേ ആണ് കേട്ടോ. ഇനി എക്സ്റേ ഇല്ലെങ്കിൽ അടുത്ത് വരുന്നത് യു വി ആണ്. അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗാമ, യു വി, സോറി എക്സ്റേ, യു വി, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചു വെക്കണം. ഞാൻ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായിട്ട് കാണുന്നു, കാരണം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ ആണേ? അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യം പറയുമ്പം നമ്മള് കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ, അതുകൊണ്ട് തന്നെ ജനറൽ സയൻസിന്റെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ഭാഗം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നല്ലതായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഓപ്ഷൻസ് പറയുമ്പം ഓപ്ഷൻ വെച്ച് മാത്രമല്ല ആൻസർ പറയണത്, ഓപ്ഷൻ കണ്ടുപിടിക്കുന്ന മാത്രമല്ല, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ദയവായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതി പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നത്രയും ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം പഠിക്കുക, എഫേർട്ട് ഇട്ട് പഠിക്കുക, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്സ്.